ഇന്ന് നമുക്ക് വാഴക്കാമ്പ് ചെറുപയറിട്ട് വയ്ക്കാം. അതിന് ഒരു കഷ്ണം വാഴക്കാമ്പെടുത്ത് ചെറുതായി മുറിച്ചെടുക്കാം. വാഴക്കാമ്പ് കൊണ്ട് ഞാൻ പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വാഴക്കാമ്പിൻ്റെ ജ്യൂസ് പോലും വളരെയധികം ഗുണമുള്ളതാണ്. ഞങ്ങൾ വാഴക്കാമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി സംഭാരമായി കഴിക്കാറുണ്ട്. വാഴക്കാമ്പ് കൊണ്ട് കട്ട്ലറ്റും വടയുമെല്ലാം ഉണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റാണ്. ഒരു കപ്പ് ചെറുപയറെടുത്ത് പകുതി വേവിച്ച ശേഷം അതിലേക്ക് വാഴക്കാമ്പ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ മുറി തേങ്ങ എടുത്ത് 1 നുള്ളി ജീരകവും 3-4 വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ ഒതുക്കിയെടുത്ത കൂട്ട് വേവിച്ച വാഴക്കാമ്പിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.